ഹായ്. ഇന്നലെ കൊടുവല്ലൂരത്തെ സ്റ്റേഷനിൽ SI വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റീചാർജ് ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ചെയ്യുന്നൊരു അബദ്ധം, എന്തായാലും ഞാൻ ചെയ്യാറുണ്ടായ അബദ്ധം, നമ്മുടെ അടുത്ത് സിം കാർഡ് എടുക്കാൻ ആരെങ്കിലും വരുമ്പോൾ നമ്മളിപ്പോൾ അവർക്ക് ഒരു ആൾട്ടർനേറ്റ് നമ്പർ വേണം. അപ്പോൾ അതിൽ OTP വരും, അത് നമ്മൾ അടിച്ചു കൊടുക്കണമല്ലോ. ഇത് വരുന്ന ആൾക്കാരുടെ ഒന്നും ഫോൺ ഉണ്ടാവില്ല, വേറെ ഫോണൊന്നും ഉണ്ടാവില്ലല്ലോ സിം കാർഡ് എടുക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഒരു വീട്ടിലെ നമ്പർ വരും, വീട്ടിലെ നമ്പർ വന്നാൽ ഒന്നൊരു OTP പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞാൽ കിട്ടൂല. അവർക്ക് ചിലപ്പോൾ വീട്ടിലുള്ളവർക്ക് നോക്കാൻ കിട്ടൂല, അതല്ലേ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നമ്പർ തന്നെ വയ്ക്കും, ഈ കോൺടാക്ട് നമ്പറായിട്ട് നമ്മുടെ വയ്ക്കും. നമ്മുടെ വേറൊരു നമ്പർ വെച്ചിട്ടാണ് ഈ OTP എടുക്കുന്നത്. ഇതിലുള്ള അബദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കൊടുത്തിരുന്ന ഒരു സിം കാർഡ് ഒരു പയ്യനാണ്, അവന് എന്തോ കേസിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇവനെ വിളിച്ചിട്ട് ഇവൻ ഫോൺ എടുക്കണില്ല, പലതവണ അവർ വിളിച്ച് ഫോൺ എടുക്കണില്ല. അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് എൻ്റെ നമ്പർ കിട്ടിയത്. ഇതിൽ കോൺടാക്ട് നമ്പർ വെച്ചേക്കണത് എൻ്റെ ആണ്. അങ്ങനെയാണ് ഈ SI എന്നെ വിളിച്ചത്. എന്നോട് ചോദിച്ച് വീട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുത്ത്. അപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾ ഈ കോൺടാക്ട് നമ്പർ എന്താ നിങ്ങളുടെ വന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ റീറ്റെയിലറാണ്, അത് വെക്കാം, അങ്ങനെ വെച്ചാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാൻ പാടില്ലേ, ഇതിങ്ങനെ വെക്കാൻ പാടില്ല, ഇത് അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പറല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഇതിപ്പോൾ അറിയാവുന്നതുകൊണ്ട് പേരിൽ നമുക്ക് ഇന്നയാളാന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരെ ഇതേപോലെ വെച്ച് പോയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ വരുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ പെടണത്. നമ്മൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഇതേപോലെ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് അവരെ കിട്ടാതാകുമ്പോഴാണ് അന്വേഷണം നമ്മളിലേക്ക് എത്തും. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിച്ചേക്കാം. റീറ്റെയിലേഴ്സ് ആരെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഇനിയും അതിൽ ചെയ്യാതിരിക്കുക.